ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന ഫീലാണ് കേട്ടോ. കളർഫുൾ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതേപോലെ സുന്ദരന്മാരും സുന്ദരികളൊക്കെ എൻ്റെ ശീലമൊക്കെ അത്രമേൽ ശീല മാത്രമല്ല, ഓരോരുത്തരും കുറച്ചൊരു മുടി മുന്നിലേക്ക് ഇട്ട് പിന്നിലേക്ക് ഇട്ട് തട്ടത്തിന് മറയത്തൊക്കെ ആയിട്ട് അന്നമ്മ അടക്കം ഓരോരുത്തരും മിനിക്കയുടെ ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ, പറയൂല. അതെ, പക്ഷെ ഒത്തിരി സ്നേഹമുള്ള മക്കള്. അതോടൊപ്പം തന്നെ മിനിക്കയുടെ കരച്ചില് വർഷങ്ങളോളം ഞാൻ ചേർത്ത് പിടിച്ചതുകൊണ്ട് തന്നെ ഞാൻ ഈ യാത്ര പോകുന്ന സമയത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടായിരുന്നു. അങ്ങനെ കണ്ണൂരൊരു സ്പോട്ടിൽ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് മിനിക്കേൻ്റെ ഒപ്പം ഓടിയെത്തി അവിടേക്ക്. അങ്ങനെ രക്ഷിതാക്കളായിട്ട് വരെ വളരെ ആത്മബന്ധമുള്ള നല്ലൊരു ബാച്ച്. നീണ്ട 14 വർഷം വനവാസമായിരുന്നു സുഖവാസമായിരുന്നു എന്നൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. നമ്മൾ ഒന്നിച്ചായിരുന്നു. ഓരോരുത്തരെ കുറിച്ചും വളരെ നല്ല ഓർമ്മകളുണ്ട്. പൂക്കോട് തടാകത്തിന്റെ കരയിൽ വെച്ചിട്ടാണ് ഞാനും ഇഫ്സലും തമ്മിൽ ആദ്യമായി ഒരു ആത്മബന്ധം തുടങ്ങുന്നത്. അത് ഈ കൊടൈക്കനാൽ ടൂർ വരെ ഞങ്ങൾ തുടർന്നു. ഇനിയും തുടരില്ലേ? തീർച്ചയായിട്ടും. നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും വികൃതികളും കുസൃതികളും ഒക്കെ അത്രമേൽ ഇഷ്ടമാണ്. ഇനി എല്ലാ മക്കളെയും ഇഷ്ടമാണ്, എന്നാലും പറയാം നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇപ്രാവശ്യം കൊടൈക്കനാൽ ടൂർ പോയില്ലേ? അപ്പൊ രാത്രി എൻ്റെ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു, സർ ഈ തണുപ്പത്ത് ചായ കുടിക്കാൻ ഞങ്ങളൊന്ന് പുറത്ത് പോയിക്കോട്ടെ എന്ന്. അപ്പൊ എനിക്കത് ഒത്തിരി സന്തോഷമായി. കാരണം ഇതുവരെ ടൂർ പോകുന്നവരൊക്കെ പറയാതെ ചാടാറ പതിവ്. പിന്നീട് ഞങ്ങൾ അറിയാം ഇങ്ങനെ വലിയ മക്കളൊക്കെ ചാടി തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടി, വഴി കണ്ടുപിടിക്കാതെ ബുദ്ധിമുട്ടി എന്നൊക്കെ. അപ്പൊ ഞാൻ അവരോട് പറയും, കുറച്ച് ഇല പറിച്ചിട്ടിട്ട് പോയാൽ പോരായിരുന്നു, പോകുന്ന വഴിക്ക് പറന്നു പോകാതെ കല്ലൊക്കെ കയറ്റി വെക്കുക, അപ്പൊ വഴി കറക്റ്റ് കിട്ടും. പണ്ട് പ്രിൻസിപ്പൾ അടക്കം വന്നൊരു ടൂറിൽ ഡൽഹി പോയതാണ്. എല്ലാവരെയും ആ തണുപ്പത്ത് ഞങ്ങള് റൂമിൽ കയറ്റി ഉറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളൊരു ചായ കുടിക്കും. കുറച്ച് ടീച്ചേഴ്സ് പ്രിൻസിപ്പൾ അടക്കം പുറത്തേക്ക് വന്നു. അപ്പൊ മഞ്ഞാണ്, കാണില്ല ആരെയും. തൊട്ടടുത്ത് നോക്കുമ്പോൾ നല്ല ഫ്ലുവന്റ് മലയാളം. അപ്പൊ എന്നോട് മാഡം പറഞ്ഞു, ജോഷി പോയി നോക്കൂ, ചിലപ്പോൾ വയനാട്ടുകാരാണെങ്കിലോ. ഞാൻ പോയി സംസാരിച്ച് തിരിച്ചു വന്നു. ആരോ വയനാട്ടുകാരാണോ എന്ന് വെച്ചു. വയനാട്ടുകാരാണ്, WMOക്കാരാണ്. WMOക്കാരെ കുറച്ച് മക്കളായിരുന്നു. അവര് ഞങ്ങൾ ഉറങ്ങി ഓർത്തിട്ട് ചായ കുടിക്കാൻ പുറത്തു വന്ന. ഇത്രയും വർഷം ഭാഗ്യം കൊണ്ട് അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അത്തരം കുസൃതികളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ടീം എന്നോട് പെർമിഷൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ ഒറ്റയ്ക്ക് വിടുന്നില്ല, നമുക്ക് ഒന്നിച്ച് ചാടാം. അങ്ങനെ കൊടൈക്കനാലിലെ തണുപ്പിൽ ഞങ്ങൾ ഒന്നിച്ച് ചായ കഴിക്കാൻ പോയി, തിരിച്ചു വരികയൊക്കെ ചെയ്തു. പിന്നെ ഒരു കോള് വരുന്നത് ന്യൂ ഇയറിനാണ്. സർ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പെട്ടു. അവിടെയും അവരെന്നെ ഓർത്തു, അവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇല്ലേ സുമയ്യേ? അല്ലേ അന്നമ്മേ? അങ്ങനെ ഓരോരുത്തരുമായിട്ട് എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. അതെ അതെ, തീർച്ചയായിട്ടും. ഇതിനു മുമ്പൊരു ടൂറിന് എനിക്ക് എന്താ പറയാ, എന്റെ മീശ പിരിച്ച മക്കള് അല്ലേ, ഇതായിരിക്കുന്നു മീശ പിരിച്ച മക്കള്, എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടുന്നവര്, അങ്ങനെ ഓരോരുത്തരും. പിന്നെ ഏറ്റവും സന്തോഷം എന്നറിയാം, ഇതിന്റെ ഇടയിൽ കുറച്ച് പേര് വന്ന് ഈ 14 വർഷത്തിന്റെ ഇടയിൽ വന്ന് കയറി ജോയിൻ ചെയ്തിട്ടും ഒരു വ്യത്യാസവും ഇല്ലാതെ, ഒരു അകൽച്ചയും ഇല്ലാതെ നമ്മളുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന മക്കളുണ്ട്. അവരൊക്കെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. പിന്നെ
ഇതിൽ ചിലരൊക്കെ ഉണ്ട്, സാർ ഞാൻ കല്യാണം ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞവരൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം നടക്കുന്നത് അവരുടെ കല്യാണമായിരിക്കും എന്നും എനിക്കറിയാം. എങ്കിലും ഒത്തിരി സന്തോഷമുണ്ട് മക്കളെ. മനസ്സ് നിറഞ്ഞ ഒരു ഫെയർവെൽ ഡേ ആണിത് നിങ്ങളെ അണിയിച്ചൊരുക്കിയത്. പ്ലസ് വണ്ണുകാർക്കും പ്രത്യേകിച്ചും ഒത്തിരി സന്തോഷമുണ്ട്. കൂട്ടത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് ഒത്തിരി സന്തോഷം. അതുപോലെ പ്ലസ് ടു കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന മക്കളോട് ഈ ലോകം വിശാലമാണ്, എന്താവണം എന്താവരുതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ ഓരോ ജീവിത സാഹചര്യത്തിൽ ജനിച്ചവരാണ്. പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയം എന്തു നേടണം, എങ്ങനെ നല്ല മനുഷ്യജീവിയാവണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, ഉൾക്കൊള്ളണം, ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകും. അതിനുള്ള ബേസിക് നോളജ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞങ്ങളും മനുഷ്യരാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പോരായ്മകളോ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടും രമ്യതപ്പെടുക, പുറത്തു തരിക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഭൂമിക്ക് ഇനിയും ഒരുപാട് കാലം നിലനിൽക്കാൻ നല്ല മനുഷ്യരായി, നല്ല ജനതയായി നമുക്ക് നിലനിൽക്കാം. നമ്മൾ വളരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർക്കും കൂടെ വളരാനുള്ള സാഹചര്യവും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന സുന്ദരന്മാർക്കും സുന്ദരികൾക്കും നല്ലൊരു ഭാവി എല്ലാ അർത്ഥത്തിലും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.